മലപ്പുറം താനൂരിൽ നിന്ന് പെൺകുട്ടികൾ നാടുവിട്ട സംഭവത്തിൽ പോലീസ് സംഘം മുംബൈയിലേക്ക് തിരിക്കുന്നു. മുംബൈയിലെ സലൂണുമായി ബന്ധപ്പെട്ട അന്വേഷണം അവർക്കപ്പുറത്ത് അവരിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ തന്നെ എന്താണ് എന്റെ കാര്യം തന്നെയാണ് പറയുന്നത്, വേറെ വല്ല സലൂണിന്റെയാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്കൊന്നും അപ്പം പറയാൻ കിട്ടിയില്ല. അയാൾക്ക് പ്രശസ്തി വേണം, എനിക്ക് ഓൾറെഡി എന്നെ എല്ലാവരും അറിയുന്നതാണ്. ഓക്കെ, ഓൾറെഡി ഇവരെല്ലാവർക്കും അറിയാം. സന്ദീപ് ജി വാര്യറെ ആർക്കും അറിയില്ല എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. ഓക്കെ, എന്താവട്ടെ. എന്തായാലും ഇപ്പൊ അവരുടെ ഈ ഒരു സലൂൺ ആണേ, സ്പാ അല്ല സലൂൺ, ഇവരുടെ സലൂണുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പോലീസ് ഒരു അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് 4 അംഗ പോലീസുകാരെ താനൂരിൽ നിന്നും ബോംബെയിലേക്ക് അയച്ചു. അതായത് മുംബൈ ധാരാവി ആ ഒരു സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട്. അവിടെ ഇനി അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകും. ഒരുപാട് സംശയങ്ങൾ നമുക്ക് മുന്നേ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇവർ പറഞ്ഞ പല വാക്കുകളും ഒരു തരത്തിലും കൂടി യോജിക്കുന്നില്ല. ഒരു പക്ഷേ ഇവർ കുറ്റവാളിയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ സംസാരിച്ച സമയത്ത് ഉണ്ടായ മിസ്റ്റേക്കുകളാവും. ആ മിസ്റ്റേക്കുകൾ നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവരാദ്യം പറഞ്ഞു, ഒരു ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നത് അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉള്ളതായി ഞാൻ കണ്ടു, ഇൻസ്റ്റഗ്രാം കോളെല്ലാം ചെയ്യുന്നത് കണ്ടു, ചാറ്റുകളും ഞാൻ കണ്ടു എന്നുള്ളതാണ്. പക്ഷെ അതേ ആള് തന്നെ അടുത്ത ഒരു ചാനലിൽ കൊടുക്കുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല. സ്പായിലെ മൊബൈൽ ഫോൺ, അതായത് സ്പായിൽ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോണാണ് അവർക്ക് ഉപയോഗിക്കാൻ കൊടുത്തത് എന്ന് പറയുന്നു. പിന്നെ അവർ തന്നെ പറയുന്നു, ആ മൊബൈൽ ഫോൺ എടുത്ത് ഞാൻ പുറത്തു പോയി എന്നുള്ളത്. ആ സമയത്ത് റഹീം എന്ന് പറയുന്ന വ്യക്തി ആ ഒരു ഫോണിലേക്ക് വിളിച്ചു. അതായത് ഇവിടുന്ന് അങ്ങോട്ട് മിസ് കോൾ അടിച്ചപ്പോൾ അതിന്റെ ഭാഗമായി തിരിച്ചു വിളിച്ചതാണ്. ട്രെയിനിൽ നിന്ന് ഫോൺ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, റഹീം അത് സമ്മതിക്കുന്നുണ്ട്. ആ ഒരു കോൾ എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും സലൂണിലേക്ക് വിളിച്ച് അവിടെയുള്ള ഒരാളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുത്തിട്ട് ഈ കുട്ടിക്ക് കൊടുക്കാൻ പറയുന്നു. അവിടെ വെയിറ്റ് ചെയ്യൂ, അവർ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ കേട്ടത്. ഈ കാര്യങ്ങളിലെല്ലാം അപാകതകളുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു, ലിസിയാണോ ലൂസിയാണോ അറിയില്ല, ഇവര് തെറ്റ് ചെയ്തു എന്ന് നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ആ ശബ്ദങ്ങൾ നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇന്ന് പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ഈ ഒരു കുട്ടിയുടെ, അതായത് നഷ്ടപ്പെട്ടു പോയ കാണാതായ കുട്ടിയെ, നമ്മൾ കണ്ടെത്തിയ കുട്ടിയുടെ രക്ഷിതാക്കള് ഒരു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം ഒന്ന് കേൾക്കാം. ഇതിന്റെ പിന്നിൽ ഈ കുട്ടികളെ സഹായിച്ച ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി എങ്ങനെ ഇവരുമായി സൗഹൃദം സ്ഥാപിച്ചു? ഈ കുട്ടികളുമായി ഒപ്പം പഠിക്കുന്ന വ്യക്തിയല്ല, അതല്ലെങ്കിൽ ആ കുട്ടികളുടെ നാട്ടുകാരനല്ല. എടവണ്ണ എന്ന പ്രദേശത്ത് 1 മാസമായി വാടകയ്ക്ക് താമസിക്കുന്ന വ്യക്തി ഈ കുട്ടികളുമായി സൗഹൃദം സ്ഥാപിക്കുന്നു. അവർ കൂടെ സഹായിയായി ബോംബെയിലേക്ക് പോകുന്നു. അപ്പൊ ഇതിന്റെ പിന്നിലുള്ള ഒരു ആശങ്ക വലുതാണ്, വളരെ വളരെ വലുതാണ്. ആ ഒരു കാര്യം പോലീസുകാർ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ്. ഇവരെ കണക്ഷൻ വന്നു എന്നുള്ള കാര്യം മൊബൈൽ ഫോണാണ് കണക്ഷൻ വരുത്തിയത്. ആരാണ് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുന്നത്? രക്ഷിതാക്കളാണ്. അവർ യാതൊരു തരത്തിലും ഒരു തെറ്റിദ്ധാരണ ഇല്ലാതെ ഫോൺ വാങ്ങിക്കൊടുക്കുന്നത്. കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ളതാണ് മൊബൈൽ ഫോൺ എന്നുള്ള ധാരണ ആരുണ്ടാക്കി കൊടുത്തു? ഇവിടെയുള്ള സർക്കാർ ഉണ്ടാക്കി കൊടുത്തു. ആരാണ് സർക്കാരിലെ ഇതിന് മുൻപന്തിയിൽ നിന്നത്? വിദ്യാഭ്യാസ മന്ത്രിയാണ്. വിദ്യാഭ്യാസം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി അല്ലെ. സ്കൂളുകളിലെ പാഠ്യപദ്ധതിയിൽ മൊബൈൽ ഫോണിന് വലിയ പങ്കുണ്ടാക്കി കൊടുത്തു. അപ്പൊ ഇതിൽ സർക്കാരിനും പങ്കുണ്ട്. സർക്കാരിനോട് തന്നെയാണ് ചോദിക്കാൻ പോകുന്നത്. കൊള്ളാം, അടിപൊളി. ഓക്കെ, അപ്പൊ ഈ പെൺകുട്ടികളെ കാണാതായതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്തു. അയാൾ എന്താണ് ചെയ്തത്? അയാൾ ഈ പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ ഒരു സ്ഥലത്തേക്ക് തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് കേസ്. ആൾക്ക് ജാമ്യം കിട്ടിയിട്ടില്ല. ഇന്ന് വീണ്ടും പോലീസ് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് റിമാൻഡ് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോകുന്നുണ്ട്. അയാൾ ജാമ്യത്തിനും അപേക്ഷിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കേസ് നടക്കുന്നുണ്ട്. റഹീം എങ്ങനെ അവിടെ എത്തി എന്നുള്ള കാര്യം, റഹീം ഇവർ തമ്മിലുള്ള കണക്ഷൻ എങ്ങനെ വന്നുള്ള കാര്യം ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഇനി നമുക്ക് സലൂണിന്റെ ഉടമയായിട്ടുള്ള ആ ഒരു മാഡം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഒന്ന് പരിശോധിക്കാം. ആരും സ്കിപ്പ് ചെയ്യേണ്ട. എല്ലാവരുടെ സംശയങ്ങൾ അപ്പൊ തന്നെ കമന്റ് ബോക്സിൽ കണ്ടതാ. എല്ലാ ചാനലിലും കൊടുത്ത ഇവരുടെ വോയിസ് നമുക്ക് ഇവിടെ അങ്ങ് പരിശോധിക്കാം. ഓക്കെ, തുടങ്ങാം. ഇവിടേക്ക് എനിക്ക് തോന്നുന്നു ഇവരൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണോന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇൻസ്റ്റാഗ്രാമിൽ നിൽക്കും പറയുന്നുണ്ട്, പിന്നെ വിളിക്കുന്നതിനകത്തും അതിലെ ഒരു വോയിസിന്റെ ക്ലിപ്പ് ഞാൻ കണ്ടു, റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഇങ്ങനെ പലരായിട്ട് സംസാരിക്കുന്ന, ഇങ്ങനെ അവരെ കണ്ടോ ഇവരെ കണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ എനിക്ക് തോന്നി. ഓക്കെ, എല്ലാരും മലയാളികളാണ്? അല്ലല്ല, ഗ്രൂപ്പ് കോളല്ല. പക്ഷെ അതിനകത്ത് വിളിച്ചിട്ട് തന്നെ ഇരിക്കുന്ന 2 ബോയ്സ് ഉണ്ടായിരുന്നു തോന്നുന്നു. അവര് ചോദിക്കുന്നുണ്ട് മറ്റവരെ കണ്ടോ എങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ആരെയാണെന്ന് നമുക്കൊന്നും അറിയത്തില്ല. എല്ലാ സലൂണിന്റെ പേര് ഒരു റോങ് പേരാണ് പറഞ്ഞത്. എവിടെയാണെന്ന് ചോദിച്ചു. ഇവര് പറഞ്ഞു കൊടുത്തത് റോങ് ആയിട്ടാണോ? അതെ അതെ. ഓക്കെ ഞാൻ വെക്കുവാണ്. ഓക്കെ, ഞാൻ വെക്കുകയാണേ. ഒരു ചാനലിലും പറയാത്ത വാക്കാണ്. അതായത് കൃത്യമായിട്ട് ഇരുന്ന് സംസാരിച്ചിരുന്നതാ. നിങ്ങൾ ശ്രദ്ധിച്ചോ?
ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ ആരൊക്കെയോ ചേർന്നുകൊണ്ട് ചാറ്റ് ചെയ്യുന്ന വോയിസ് മെസ്സേജുകൾ ഞാൻ കണ്ടു. എവിടെ നിന്നും കണ്ടു? മാനത്തായിരുന്നു അതുണ്ടായിരുന്ന? ആകാശത്ത് നോക്കിയാണോ കണ്ടത്? നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. ഓക്കെ, അങ്ങനെ അവരുടെ കയ്യിൽ ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്യണ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ആ ഒരു സ്ഥാപനത്തിലുള്ള മൊബൈൽ ഫോൺ കൊടുക്കേണ്ടതായിട്ടില്ലല്ലോ. സംശയം തീർക്കണ്ട, നമുക്ക് ഈ സംശയം ഇപ്പൊ തന്നെ അതിന്റെ കൺക്ലൂഷനിലെത്താം. അതായത് അവര് തന്നെ പറയുന്നു രണ്ടാമത്തെ ചാനലിന് കൊടുത്ത കോളിൽ ഈ കുട്ടികളുടെ കൈവശം ഫോണോ മറ്റു ഡിവൈസുകളോ ഉണ്ടായിരുന്നോ? ഫോണില്ലായിരുന്നു. നമ്മുടെ സലൂണിൽ ആര് വന്നാലും അതിന് നമ്മൾ നമ്പർ, കോണ്ടാക്ട് നമ്പർ, പേര് വാങ്ങിക്കും. അപ്പൊ ഈ പിള്ളേരോട് ചോദിച്ചപ്പം പറഞ്ഞു ഞങ്ങളുടെ ഫോൺ കളവ് പോയി ട്രെയിനിൽ നിന്ന്. കേട്ടില്ലേ? അവരുടെ മൊബൈൽ ഫോൺ കളവ് പോയി ട്രെയിനിൽ നിന്ന്. നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. പക്ഷെ ഇവര് റൂമിൽ ഇരുന്നു കൊണ്ട്, സലൂണിൽ ഇരുന്നു കൊണ്ട് ഇൻസ്റ്റഗ്രാം നോക്കിയിരുന്നു, ചെക്ക് ചെയ്തിരുന്നു. അത് ഏത് ഡിവൈസ് യൂസ് ചെയ്തിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം അവിടെ ഒരു വലിയ നുണ. അവർ പറഞ്ഞ 2 നുണകൾ. ഈ കുട്ടികളുടെ കയ്യിൽ 2 മൊബൈൽ ഫോൺ, 2 പേരുടെ കയ്യിൽ ഓരോ മൊബൈൽ ഫോൺ വീതമുണ്ട്. അതുകൂടാതെ തന്നെ അവരൊരു മൊബൈൽ ഫോൺ, ഒരു പഴയ മൊബൈൽ ഫോൺ വാങ്ങുകയും ഒരു സിം ഇടുകയും ചെയ്തു എന്നുള്ള ഒരു കാര്യം ഇവിടെ കിടക്കുന്നുണ്ട്. ഇനി പുതിയൊരു സിം എടുത്ത് ഇവരുടെ മൊബൈൽ ഫോണിൽ തന്നെയാണോ ഇട്ടത് എന്ന് ഇപ്പോഴും കൺക്ലൂഷനിൽ എത്തിയിട്ടില്ലാത്തൊരു കാര്യമാണ്. നമ്മളെല്ലാവരും പഴയ ഒരു ഫോൺ വാങ്ങി എന്നൊരു കാര്യം പറയുന്നുണ്ട്. അതെന്തോ ആവട്ടെ, അവർ പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങി എന്ന് തന്നെ കൂട്ടിക്കും. ഇൻസ്റ്റഗ്രാമിൽ ഇവർ ഈ ഒരു സ്പായിൽ ഇരുന്നു കൊണ്ട്, സലൂണിൽ ഇരുന്നു കൊണ്ട് ചെക്ക് ചെയ്തു എന്ന് ചേച്ചി പറയുന്നു. അതേ ചേച്ചി തന്നെ പറയുന്നു അവരുടെ കയ്യിൽ ഫോണില്ല. നമ്പർ ചോദിച്ചപ്പില്ല. ഫോൺ എങ്ങനെയാണ് മിസ്സാവുന്നത്? ഫോൺ ട്രെയിനിൽ നിന്ന് മിസ്സാവുകയാണ്. എന്നാൽ ഇവരുടെ കയ്യിൽ ഇപ്പോൾ എന്തുണ്ട്? ബാഗുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഫോൺ മാത്രം പോയി എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, അത് നുണയാണെന്ന് നമുക്ക് മനസ്സിലായ കാര്യം. ഓക്കെ, ഇനി തുടർന്ന് ഒന്നും കൂടി കേൾക്കാം. മാത്രമാണ്. പക്ഷെ വന്നപ്പോ മുഖമൊക്കെ ഒത്തിരി മറച്ചിട്ടാണ്. ആദ്യം വലിയ കൂളായിട്ടൊക്കെ ഇരുന്നെങ്കിൽ ഈ ഫോണൊക്കെ ആരോ ഒരു വോയിസിന് ഫോൺ ചെയ്തു. ഫോൺ കഴിഞ്ഞിട്ട് പിന്നെ അവര് പെട്ടെന്ന് വേണം ഇപ്പൊ ഈ സ്റ്റാഫിനോട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയും ആടെ ഇവര് ധൃതി ഇടുന്നു, ഒന്ന് വന്ന് പറഞ്ഞ് മനസ്സിലാക്കാമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇത്രയും രൂപ മുടക്കി ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അങ്ങനെ പകുതിയും നിർത്താൻ പാടില്ല, അത് മൊത്തം ചെയ്തിട്ട് ഞങ്ങൾ പറ്റുന്നിടത്തോളം സ്പീഡ് വിടാന്ന് പറഞ്ഞൊക്കെ 6 o'clock പനവേലിൽ എത്തണം, ഞങ്ങൾക്ക് വേണ്ടി വണ്ടി വരും. ഞാൻ 6 o'clock പനവേലിൽ എങ്ങനെ എത്തും? ഒത്തിരി ദൂരമല്ലേ. പറഞ്ഞു ബസ്സിന് കയറിപ്പോ. ഞാൻ പറയും ബസ്സിന് ഒട്ടും പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഇങ്ങനെ അപ്പൊ അന്നേരം മുതൽ പിള്ളേർക്ക് പോകാൻ ഭയങ്കര ധൃതിയായിരുന്നു. പിന്നെ അതിന്റെ ഇടയ്ക്ക് റൈസ് എന്ന് പറഞ്ഞ ആ ചെറുക്കൻ്റെ ഫോൺ എനിക്ക് വന്നു. എന്റെ ഫോണിൽ നിന്നല്ലേ ഇവര് വിളിച്ചേ. ഈ പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പം എന്റെ സ്റ്റാഫ് പറയുന്നുണ്ട് അവരുടെ ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് കൊടുത്ത മൊബൈൽ ഫോണിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കണം, ഇവര് കൊടുത്ത മൊബൈൽ ഫോൺ, സ്വന്തം കയ്യിൽ ഫോൺ ഉണ്ടായിട്ട് അവർ ഉപയോഗിച്ചില്ല. ഫോണിൽ നിന്നും ആരെ വിളിച്ചത്? റഹീമിനെ വിളിച്ചു എന്നാ പറയുന്നത്. റഹീമിനെ വിളിച്ച സമയത്ത് റഹീം ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തിരിച്ചു വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കണം. ഇവര് എപ്പോ എങ്ങനെ വന്നു, എന്തായിരുന്നു രൂപം എന്നുള്ള കാര്യങ്ങൾ ഒന്നും കൂടി ക്ലാരിഫിക്കേഷൻ അവർ പറയുന്നുണ്ട്. താങ്കൾ കുറേയധികം വിവരങ്ങൾ മുമ്പ് എസ്കേനുമായി പങ്കുവച്ചിരുന്നു. സലൂണിൽ എത്തിയത് ഒരു അറൌണ്ട് 2 മണിയൊക്കെ ആയപ്പോഴാണ്. 2 തോന്നുന്നു, എക്സാക്ട്ലി ഞാൻ ഓർക്കുന്നില്ല. ഒരു നമ്മൾ ചോറൊക്കെ 2 മണി കിട്ടാം. ഓക്കെ, അത് കഴിഞ്ഞ് ആക്ച്വലി അവർക്ക് ഭാഷ അറിയത്തില്ല, ഹിന്ദി അറിയത്തില്ല, ഇംഗ്ലീഷ് അറിയത്തില്ല. എന്റെ സ്റ്റാഫിന് മലയാളം അറിയത്തില്ല. നോട്ട് ദി പോയിന്റ്. അവരുടെ സ്റ്റാഫുകൾക്ക് മലയാളം അറിയത്തില്ല. പിന്നെ ഇവരങ്ങോട്ട് ഇവരുടെ തന്നെ മറ്റൊരു സ്റ്റാഫിനെ, മലയാളം അറിയുന്ന മറ്റൊരു സ്റ്റാഫിനെയാണ് അങ്ങോട്ട് അയച്ചിട്ടുള്ളത്. ഇവരതിൽ എൻട്രി ചെയ്യുന്നത്, ആ എഴുതി കൊടുക്കുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോ നമ്മൾ കണ്ടതാണ്. ഇനി ഇത് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കാണിക്കാതിരിക്കുകയാണ്. ഒരു ചാനലിൽ പറഞ്ഞ 4 മണിക്കൂറോളം വേണ്ടി വന്ന ഒരു ബോക്ടസ് ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ ആ ഒരു അത്രയും സമയം അവരെ പിടിച്ചു നിർത്തേണ്ടതായിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അത് 4 പറഞ്ഞതും 2 പറഞ്ഞതും 6 പറഞ്ഞതൊക്കെ ആയിട്ടുള്ള എന്തൊക്കെ കിടക്കുന്നുണ്ട്. അതിന്റെ കൃത്യമായ ക്ലിപ്പ് എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇവിടെ വെക്കുന്നില്ല. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞ ആരെങ്കിലും വിടാമോ, 2 പിള്ളേര് വന്നിട്ടുണ്ട്, അവർക്ക് എയറിന്റെ എന്തോ ചെയ്യണം പറയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ എന്റെ അസിസ്റ്റന്റിനെ വിട്ടിട്ട് പറഞ്ഞ് പോയി ചോദിച്ചിട്ട് അപ്പൊ അവള് പോയിട്ട് പറഞ്ഞു, അവര് പറഞ്ഞ് ഞങ്ങളുടെ മുഖ ഷേപ്പ് മാറ്റണം, നല്ല ഷേപ്പ്, മുടിയൊക്കെ കട്ട് ചെയ്യണം, മേക്ക് ഓവർ വേണം, കാരണം ഒരു കല്യാണത്തിന് പോകാനാണ്. ആ ഒരു കാര്യം നമ്മൾ കുട്ടികൾ മുഖം മാറി മനസ്സിലാവാത്ത രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ഡിമാൻഡ് ചെയ്തൊരു കാര്യമായിട്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ പിന്നീടാണ് അറിയുന്നത് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്യണതും അങ്ങനത്തെ വസ്ത്രമൊക്കെ ധരിക്കണം ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അത് ചെയ്തു എന്നാണ് ആ കുട്ടിയുടെ ഉപ്പ അല്ലെങ്കിൽ രക്ഷിതാവ് പറഞ്ഞത്. ആ രക്ഷിതാവ് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ കുട്ടി ഈ ഒരു മുടി വെട്ടാൻ വേണ്ടി മാത്രമായിട്ട് ബോംബെയിലേക്ക് വന്നു എന്നുള്ളതാണ്. ഒരു ദിവസം കണ്ടെത്ത കുട്ടികൾ ഇപ്പോഴും കൃത്യമായിട്ടുള്ളൊരു കാര്യം പറയുന്നില്ല. അതാണ് ഇതിലെ കുഴപ്പം. ഒരു ഫോൺ വന്നു.
ഇത്തിരി ധൃതിയിടുന്ന കാരണം പെട്ടെന്ന് തന്നെ ചെയ്തു. ഒരു പകുതിയായപ്പോ തന്നെ മതി ഞങ്ങൾക്ക് പോണം അങ്ങനെ ധൃതിയിടുവായിരുന്നു. ധൃതി വെക്കാൻ കാരണം മറ്റാരുടെങ്കിലും ഫോൺ കോൾ വരികയോ അല്ലെങ്കിൽ ഒരു ഫോൺ വന്നു. ഇവര് പറഞ്ഞു ഞങ്ങൾക്കൊരു ഫോൺ ചെയ്യണം, ആരുടെങ്കിലും ഫോൺ തരാം. അപ്പൊ നമ്മൾ സലൂണിൽ ഒരു കോമൺ ഫോൺ ഉണ്ട്, അത് കൊടുത്തപ്പോഴത്തേനും ആരോ വിളിച്ചു അവരെടുത്തോ എനിക്കറിയത്തില്ല. പിന്നെ ആ ഫോണുമായിട്ട് ഞാൻ വെളിയിൽ പോയപ്പം എനിക്ക് ഒരു പയ്യൻ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഇതിനകത്ത് മിസ് കോൾ ഇട്ടായിരുന്നു ആ ഓഫീസിലുള്ള ഒരു കോമൺ ഫോണിലേക്കാണ് കോള് വന്നിട്ടുള്ളത്. ആ ഫോണിൽ നിന്നാണ് റഹീമിനെ കോൾ ചെയ്തിട്ടുള്ളത്. റഹീം തിരിച്ചു വിളിച്ചതാണെന്നുള്ള കാര്യം റഹീം സമ്മതിച്ചിട്ടുണ്ട്. സലൂണിലെ കോമൺ ഫോൺ എടുത്തുകൊണ്ടാണ് ചേച്ചി പുറത്തു പോയിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, സലൂണിലെ കോമൺ ഫോൺ, സലൂണിന് ആവശ്യമായ ഫോൺ ചേച്ചി എടുത്തു പോയി. നമ്മൾ സലൂണിൽ ഒരു കോമൺ ഫോൺ ഉണ്ട്, അത് കൊടുത്തപ്പോഴത്തേനും ആരോ വിളിച്ചു അവരെടുത്തോ എനിക്കറിയത്തില്ല. പിന്നെ ആ ഫോണുമായിട്ട് ഞാൻ വെളിയിൽ പോയപ്പം എനിക്ക് ഒരു പയ്യൻ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഇതിനകത്ത് മിസ് കോൾ ഇട്ടായിരുന്നു മലയാളത്തിൽ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചില്ലല്ലോ. പിന്നെ എനിക്ക് ഓർമ്മ, ഞാൻ പറയാം നിങ്ങളുടെ 2 ഫ്രണ്ട്സ് മോളിൽ ഇരിപ്പുണ്ട്, അവര് ട്രീറ്റ്മെന്റ് ചെയ്യുകയായിരുന്നു, അവര് വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പറയാം അവർക്കൊന്ന് ഫോൺ കൊടുക്കാവോ? ഞാൻ പറഞ്ഞു ഞാൻ വെളിയിലാവില്ല, ഞാൻ ചെന്നിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് വീണ്ടും വിളിച്ച് ചോദിച്ചതുകൊണ്ട് പിന്നെ ഞാൻ സലൂണിൽ വിളിച്ചിട്ട് പറഞ്ഞു ആ പിള്ളേർക്ക് അർജന്റായിട്ട് ആരുടെയും ഒരു ഫോൺ കൊടുക്കാം, അവരുടെ ഫ്രണ്ടുമായിട്ട് സംസാരിക്കാൻ. അപ്പൊ നമ്മൾ എന്റെ ഇതിനകത്ത് ഫോൺ എടുത്ത് പറഞ്ഞു അവരോട് അവിടെ തന്നെ ഇരുന്നോളാൻ പറഞ്ഞു. ഞങ്ങൾ വണ്ടിയായിട്ട് അങ്ങോട്ട് വരുവാണ്, ഞങ്ങളെന്നല്ല കേട്ടോ, ഞാൻ അങ്ങോട്ട് വരുവാണ്, ഞാൻ വന്ന് അവരെ കൊണ്ടുപോകണം, അവരോട് അവിടെ ഇരിക്കാൻ പറ, നിങ്ങളുടെ സലൂണിന്റെ പേരും ലൊക്കേഷനും എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അത് അയച്ചു കൊടുത്തു. ഞാൻ പിള്ളേരോടും എന്റെ സലൂണിലും പറഞ്ഞു, ആ പിള്ളേരോട് പറഞ്ഞില്ല, സോറി അവർക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞു അവർക്കത് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ലല്ലോ ഭാഷ. ശരിയാണ്, അവർക്ക് ഭാഷ അറിയില്ല പറഞ്ഞു കൊടുക്കാം. കുറെ കാര്യങ്ങളിൽ ഇപ്പൊ തെറ്റി അല്ലെ. അതായത് ഞങ്ങൾ വന്ന് കണ്ടുപൊക്കോളാം എന്ന് പറഞ്ഞു, അല്ല ഞങ്ങളല്ല ഞാൻ എന്നാക്കി. പിന്നെന്താ വെച്ചാൽ സ്റ്റാഫുകളോട് ഇത് പറഞ്ഞപ്പോ അവര് പറഞ്ഞു അല്ല സോറി അവർക്ക് ഭാഷ അറിയില്ലല്ലോ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഞാന് പറഞ്ഞ അതിലൊരു കൊച്ചിന് ഫോൺ കൊടുത്ത് ഞാൻ പറയാം, ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളെ എടുക്കാൻ വേണ്ടി ഏതോ ഫ്രണ്ട് വരുന്നുണ്ട്, നിങ്ങൾ പോകണ്ടാട്ടോ, നിങ്ങൾക്ക് വഴിയൊന്നും അറിയത്തില്ലല്ലോ, അവിടെ തന്നെ ഇരുന്നോളാൻ പറഞ്ഞു. ഓക്കെ, അവരോട് അവിടെ തന്നെ വെയിറ്റ് ചെയ്തോളാം പറഞ്ഞു. അത് കേട്ട സമയത്ത് തന്നെ അവർ ഇറങ്ങി ഓടി എന്നൊരു ചാനലിൽ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുകൂടാതെ അടുത്തതിൽ പിന്നെ അവരെ കാണാതായി എന്നൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്. ഇവർ അവിടെ എത്ര പേ ചെയ്തിട്ടുണ്ടാവും? നമ്മുടെ കടയിൽ നിന്ന് ഓരോരുത്തരും 5,000 വീതം ചെയ്തു, രണ്ടുപേരും കൂടെ 10,000 ആയി. രണ്ടുപേരും 10,000 നമ്മുടെ കടയിൽ തന്നെ ചെയ്തു. അപ്പൊ ഇവരുടെ കയ്യിൽ അത്രയും പൈസ ഉണ്ട്. ഇവർ പേയ്മെന്റ് നടത്തിയത് 5,000 രൂപ വീതം 2 പേർക്ക് 10,000 രൂപയാണ് ഈ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെലവാക്കിയിട്ടുള്ളത്. ഇത് ഒരു ചാനലിൽ കൊടുത്തതാ, രണ്ടാമത്തെ ചാനലിൽ കൊടുത്ത ക്ലിപ്പ്. സലൂണിൽ എത്ര പൈസ അവരുടെ കയ്യിൽ പൈസ ഒക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അത് ഒരാളുടെ ട്രീറ്റ്മെന്റ് 5,000, മറ്റാളുടെ 5,500 അങ്ങനെ കണ്ടായി. ഫുൾ എമൗണ്ട് ക്യാഷ് ആയിട്ട് അവർ പേ ചെയ്തു. ഈ പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പം എന്റെ സ്റ്റാഫ് പറയുന്നുണ്ട് അവരുടെ ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരുന്നു. അവര് കണ്ടോ അത് ബാഗിൽ പൈസ? കണ്ടു. ഓക്കെ, നല്ല സ്റ്റാഫുകൾ അവരുടെ ബാഗിലേക്ക് ഒളിഞ്ഞു നോക്കി ഇതിൽ പൈസയുണ്ടോ എന്ന് നോക്കി എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ, 10,000 രൂപ ആദ്യം പറഞ്ഞു, 11,500 അടുത്തത് പറയുന്നു. കൊള്ളാം, എന്തോ ആവട്ടെ. നിങ്ങൾക്ക് ഈ വോയിസുകളൊക്കെ കേട്ടപ്പോൾ എന്താ തോന്നിയതെന്ന് എനിക്കറിയില്ല, കമന്റ് ചെയ്തോളൂ. ഇനി ഈ ഒരു ചേച്ചി സന്ദീപ് ഇതിരെ കേസ് കൊടുക്കാൻ പോവുകയാണെന്ന് പറയുന്നു. സന്ദീപ് കുറെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു, അതൊക്കെ നുണയാണെന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനിടയിൽ ഈ പെൺകുട്ടികൾ വന്നതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു പക്ക ക്ലാരിഫിക്കേഷനോട് കൂടിയിട്ട് നിങ്ങൾ ഇത്ര നേരം കേട്ടതൊന്നല്ല ഇനി കേൾക്കാൻ പോണത്, കൃത്യമായി കേൾക്കാം. പെൺകുട്ടികൾ വന്നപ്പോൾ ഈ പിള്ളേർ എവിടെ ഉണ്ടായിരുന്നത്? അവർ പറയുന്നൊന്നും ഞങ്ങളുടെ അത് പിറ്റേ ദിവസമാണ് ഞാൻ ഈ CCTV ഫുട്ടേജൊക്കെ നോക്കുന്നത് തന്നെ, നമുക്ക് ഇതിനൊന്നും സമയമില്ല. അപ്പോൾ അന്നേരമാണ് ഞങ്ങളുടെ ഇത്രയും മുഖമൊക്കെ മൂടിയാണ് വന്നത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഇവർ പറയുന്നതൊന്നും ഇവർക്ക് തിരിയാഞ്ഞതുകൊണ്ടാണ് മാഡം വരാം. അപ്പം ഞാൻ ബിസി ആയിരുന്നു ഓഫീസിൽ. അപ്പോൾ ഞാൻ ഓഫീസിലെ വേറൊരു കുട്ടിയുണ്ട്, അത് മലയാളി, ഇവിടുത്തെ ജോലിക്കാരത്തി അല്ലത്. അപ്പോൾ അതിനോട് പറഞ്ഞ് താഴെ ഒന്ന് ചെന്ന് മലയാളം ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാമോ എന്ന് പറഞ്ഞിട്ടാണ് അതിനെ വിട്ടത്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇവർ പോകാൻ ധൃതി കൂട്ടുന്നു, ഇപ്പം വാശി ചെയ്യാൻ പറയുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ വന്നത്. ഞാൻ വന്ന് പിന്നെ ഞാൻ ഓർത്ത് ഇവർക്ക് എന്തോ മലയാളം അറിയത്തില്ല. അപ്പോൾ നോക്കിയപ്പോൾ 2 കൊച്ചു കുട്ടികളും. അപ്പോൾ ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അവരെ അറിയത്തില്ല. ഞങ്ങളുടെ മുകളിൽ ഒരു കേസും വന്നിട്ടില്ല, അവരുടെ പേരിൽ ഒരു കേസും വന്നിട്ടില്ല. റെയ്ഡിനെ കുറിച്ചിട്ട് അവർ പറയുന്നുണ്ടോന്നും വന്നിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ തന്നെയാണ് അവർ ഉറപ്പിച്ച് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും സന്ദീപ് പറഞ്ഞ ആ ഒരു പോസ്റ്റ് എന്താണ് എന്ന്, പുതിയ പോസ്റ്റ് ഉണ്ട്, പഴയ പോസ്റ്റ് അല്ല, പുതിയൊരു സംഭവം കൂടി ആളിട്ടിട്ടുണ്ട്, അതും കൂടി ഒന്ന് പരിശോധിച്ചു പോകാം. മുംബൈയിൽ പെൺകുട്ടികളെ ഉപയോഗിച്ച് മസാജ് പാർലർ നടത്തിയിരുന്ന ശിവസേനക്കാരൻ പ്രിൻസ് എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് 24 ചാനലിനോട് പറഞ്ഞിട്ടുണ്ട്. അവർ കേസ് കൊടുക്കട്ടെ.
മാധ്യമങ്ങളോട് അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പരസ്പര വിരുദ്ധമാണ്. നമ്മൾ ആ വോയിസുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. ആദ്യം മീഡിയ വണ്ണിനോട് കുട്ടികളുടെ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ കോള് വന്നെന്നും താൻ അത് കണ്ടെന്നും ഒക്കെ പറഞ്ഞ പ്രിൻസിന്റെ ഭാര്യ പിന്നീട് കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നില്ല എന്ന് മറ്റു ചാനലുകളോട് പറഞ്ഞു. നമ്മളത് കാണിച്ചിട്ടുണ്ട്. മുംബൈയിലെ ചില സംഘടനാ പ്രവർത്തകർ കുട്ടികൾ അവിടെയുണ്ടോ എന്ന് താഴെ ചെന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന നുണയാണ് പ്രിൻസ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് ചാനൽസിൽ വന്നൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നത്, ഞാനത് കണ്ടിട്ടില്ല. ആ സമയത്ത് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പിന്നീട് സംഘടനാ പ്രവർത്തകർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒക്കെ ആ കുട്ടികളെ കാണാതായ സമയത്ത് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇവർ നുണ പറഞ്ഞു എന്നുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ആള് പറയുന്നത്. പോലീസ് അവിടെ എത്തിയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ അറിയാം. എന്തായാലും കേസില്ലെന്ന് മാത്രമേ പ്രിൻസ് പറയുന്നുള്ളൂ. അവിടെ റെയ്ഡ് നടന്നിട്ടുണ്ടോ എന്ന കാര്യം, അക്കാലത്ത് അത് വാർത്തയായിരുന്നോ എന്ന കാര്യം, ഇതിലൊന്നും പ്രിൻസിന് വിശദീകരണമില്ല. മുംബൈയിലെ ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട സംഗതികളാണ് ഞാൻ പൊതു സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് സന്ദീപ് വാര്യര് പറയുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ സന്ദീപേട്ടൻ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നു. അവർ കേസുമായി മുന്നോട്ട് പോകുന്നു. അവരുടെ ശബ്ദങ്ങളൊക്കെ നമ്മൾ കേട്ട് ഇപ്പൊ ഇരുന്നു പോകുന്നു എന്നുള്ളതാണ്. മൊബൈൽ ഫോൺ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അവർ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്തെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലെന്ന് പറയുന്നു. എന്റെ ഫോണിൽ നിന്നാണ് വിളിച്ചതെന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ആദ്യം 5000 ഒരാൾക്ക് പേ, പിന്നെ രണ്ടാമത് 5500, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നു. ഓക്കെ, മനുഷ്യരാണ്, ചില തെറ്റുപറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറ്റും. പറഞ്ഞതിൽ തെറ്റ് പറ്റിയതാവാല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമന്റ് ചെയ്യുക. ചാനൽ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതുവരെ സന്ദീപ് സൈനിങ് ഓഫ്.